അവരുടെ വാര്യനാണ് പരിക്ക് വെച്ചിട്ടുള്ളത്. അവരിപ്പോൾ മുക്കം കോഴിക്കോട് മുക്കത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഭാഗങ്ങളിലൊക്കെ ധാരാളമായി കാട്ടാനയുടെ ശല്യമുണ്ട് എന്ന് നാട്ടുകാർ നിരന്തരം പരാതി പറയുന്ന ഒരു സ്ഥലമാണ്. ഇതിനിടയിലാണ് ജോലിക്ക് പോകുന്നതിനിടെ ചീനിക്കുന്ന് ഭാഗത്തു നിന്ന് കാട്ടിലേക്ക് പ്രവേശിച്ച് ഏതാനും മീറ്ററുകൾക്കപ്പുറമാണ് ഇത്തരത്തിലൊരു അക്രമം നടന്നിയത് എന്നാണ് പറയുന്നത്. ഇവരുടെ കൂടെ മറ്റ് തൊഴിലാളികളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ കാട്ടാന വരുന്നത് കണ്ട് ബാക്കിയുള്ള ആളുകൾ ചിതറി ഓടുകയായിരുന്നു. എന്നാൽ സൈലബയ്ക്ക് അങ്ങനെ പെട്ടെന്ന് രക്ഷപ്പെടാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായതിനെ തുടർന്നാണ് ഈ കാട്ടാനയിൽ നിന്ന് അപ്രതീക്ഷിതമായ ഒരു അക്രമം ഉണ്ടാവുന്നത്. ഇത്തരത്തിലുള്ള കാട്ടാനയുടെ ശല്യം നിരന്തരമായിട്ടുണ്ടാവുന്ന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന അല്ലെങ്കിൽ തൊഴിൽ മേഖലയിലേക്ക് എത്തുന്ന കാട്ടാന ശല്യത്തിന് മൂലം പൊറുതിമുട്ടിയിട്ടാണ് ഇപ്പോൾ അവിടെയുള്ള ജനങ്ങൾ കഴിയുന്നത് എന്നുള്ളതാണ് അതിനൊരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം. പ്രജിത്ത്, ശരി. ഗോകുൽ കെ വേണുഗോപാലാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.